സ്നേഹമുള്ളവരെ, കുരിശിൻ്റെ തണലിൽ നിന്ന വചനപ്രഘോഷണ പരമ്പരയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. യാത്രകൾ സുന്ദരമാണ്. ആ യാത്രയിൽ നമ്മുടെ കൂട്ടുകാർ, പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ടെങ്കിൽ അത് അതിമനോഹരമാകും. പഞ്ചാബിലേക്കുള്ള യാത്രയിൽ ട്രെയിൻ നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പഞ്ചാബിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഗോതമ്പ് പാടങ്ങളെക്കുറിച്ചാണ് ചിന്തകൾ വരിക. അങ്ങനെ വലിയ സന്തോഷത്തോടെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവസരങ്ങൾ മണിക്കൂറുകൾ കഴിഞ്ഞു. എന്നാൽ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ ട്രാഫിക് ബ്ലോക്കിൽ പെടുകയാണ് ചെയ്യുന്നത്. 1-2 മണിക്കൂറല്ല, ഏകദേശം 7-7.5 മണിക്കൂർ വരെ ആ ട്രെയിൻ ട്രാഫിക് ബ്ലോക്കിൽ പെടുകയാണ് ചെയ്തത്. ഈ സമയത്ത് ട്രെയിനിലുള്ളവരും ഞങ്ങളുമൊക്കെ വളരെ അസ്വസ്ഥരായി. കാരണം നല്ല ചൂടുണ്ട്, പിന്നെ നന്നായി വിശക്കുന്നുണ്ട്. ട്രെയിനിലെ കമ്പാർട്ട്മെൻറ്റിലൊക്കെ ആൾക്കാർ ബഹളം വയ്ക്കുന്നു, ആൾക്കാരുടെ എണ്ണം കൂടുതലാണ്. കുറേ പേരൊക്കെ നിന്നായിരുന്നു യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ വളരെ വിഷമത്തോടെയുള്ള നിമിഷങ്ങളിൽ ഞങ്ങളൊക്കെ പതുക്കെ പുറത്തേക്ക് നോക്കി. ആ സമയത്ത് കാണുവാൻ സാധിച്ച ഒരു കാര്യമുണ്ട്. ടാർപ്പ വിരിച്ച ഒരു കുടിൽ, അങ്ങനെ വേണമെങ്കിൽ പറയാം. അടുത്തടുത്ത് അതുപോലുള്ള ധാരാളം വീടുകളുണ്ട്, കുടിലുകളുണ്ട്. ഒരു കുടിലിൽ അപ്പനും അമ്മയും മക്കളും ഒക്കെ ഉണ്ട്. സന്തോഷത്തോടെ അവർ ജീവിക്കുകയാണ് എന്ന് തോന്നുന്നു. 3-4 വയസ്സ് പ്രായമുള്ള ഒരു കുസൃതി കുരുന്ന് എന്തോ കുസൃതി കാണിച്ച് അവൻ ചിരിക്കുകയാണ് ചെയ്യുന്നത്. അവൻ്റെ ചിരി കാണുമ്പോൾ അവൻ്റെ മാതാപിതാക്കളും കൂടെയുള്ളവരും ഒക്കെ അവരും ഇങ്ങനെ തട്ടഹസിച്ച് ചിരിക്കുകയാണ്. ഈ കുഞ്ഞ് എന്തൊക്കെയോ പറയുന്നു, എന്തൊക്കെയോ കാണിക്കുന്നു, ചിരിക്കുന്നു. അത് കണ്ടപ്പോൾ ബോറടിച്ച് വലിയ വേദനയോടെ ട്രെയിനിലിരിക്കുന്ന ഞങ്ങൾക്കും സന്തോഷം പ്രദാനം ചെയ്തു ഒന്ന് ചിരിക്കുവാനായിട്ട് തോന്നി. കാരണം ഞങ്ങളുടെയൊക്കെ ടെൻഷൻസ് ഒന്ന് റിലീസ് ചെയ്യുന്നത് പോലെ തോന്നി. സ്നേഹമുള്ളവരെ, ഇനി ഈ കുഞ്ഞിനെക്കുറിച്ച്, ഈ കുഞ്ഞിൻ്റെ വീടിനെക്കുറിച്ച്, ഭാവിയെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ മാനുഷികമായ രീതിയിൽ ചിരിക്കാനോ സന്തോഷിക്കാനോ ഒന്നും നമുക്ക് പ്രത്യേകിച്ച് കാണുന്നില്ലായിരിക്കാം. ഭാവി എന്തായിരിക്കും നമുക്കറിയില്ല. ഭിക്ഷ യാചിച്ചും അത്യാവശ്യം ജോലിയൊക്കെ എടുത്തുകൊണ്ടായിരിക്കാം ഇവരുടെ കുടുംബം പുലർന്നു പോകുന്നത്. എന്നാൽ അവന് സന്തോഷം പ്രദാനം ചെയ്ത എന്തോ ഒരു സംഭവം ആയിരിക്കുന്ന ആ അവസ്ഥയിൽ സന്തോഷത്തോടെ ആയിരിക്കാൻ, പൊട്ടിച്ചിരിക്കുവാൻ, കുസൃതികൾ കാണിക്കുവാനൊക്കെ അവന് സാധിച്ചു. ഇതൊക്കെ വലിയൊരു കാര്യമാണ്. സ്നേഹമുള്ളവരെ, നന്ദി നിറഞ്ഞ മനസ്സ്, കൃതജ്ഞതയുടെ മനസ്സുകൾക്ക് മാത്രമേ ഇതുപോലെ ചിരിക്കാനും സന്തോഷിക്കാനും സാധിക്കുകയുള്ളൂ. നമ്മുടെ ജീവിതങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് അവലോകനം ചെയ്താൽ ദൈവം ധാരാളം അനുഗ്രഹങ്ങൾ നമുക്കൊക്കെ പ്രദാനം ചെയ്തിട്ടുണ്ട്. നന്ദി പറയാനായിട്ട് സാധിക്കുന്നുണ്ടോ ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക്? ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും അങ്ങനെ സാധിക്കുന്നുണ്ടാവാം. ദൈവം തന്നതാണ് എല്ലാം എന്ന് പറഞ്ഞ് ആ നല്ല മനോഭാവത്തോടു കൂടെ മുമ്പോട്ട് പോകുന്നുണ്ടാവാം. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തിന് നന്ദി പറയാം. മലബാറിലുള്ള അപ്പച്ചന്മാരോടോ അമ്മച്ചിമാരോടൊക്കെ ചോദിച്ചാൽ അവർ അവരുടെ ജീവിതത്തെക്കുറിച്ച് വാചാലരാകും. കാരണം 1930-40കളിലൊക്കെ അല്ലെങ്കിൽ 50 കാലഘട്ടങ്ങളിലൊക്കെ കുടിയേറി പാർത്ത കർഷക ജനത വന്യമൃഗങ്ങളോടും അതോടൊപ്പം തന്നെ രോഗങ്ങളോടൊക്കെ പടവെട്ടി ജീവിച്ച ഒരു കാലഘട്ടം, വീർപ്പൊഴുക്കി അധ്വാനിച്ച ഒരു കാലഘട്ടം. അങ്ങനെ 4, 5, 10 മക്കളൊക്കെ അവർക്കുണ്ടായി. അവരെയൊക്കെ വളർത്തി വലുതാക്കി. ഇന്ന് മക്കളൊക്കെ, കൊച്ചുമക്കളൊക്കെ വിദേശ രാജ്യങ്ങളിലാണ്. എങ്കിലും അവർ ആയിരിക്കുന്ന അവസ്ഥയിൽ അവർക്ക് സന്തോഷിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളിൽ ചിലരെങ്കിലുമൊക്കെ ഞാൻ ഈ പറയുന്ന ഈ കാര്യങ്ങളിലൂടെയൊക്കെ കടന്നുപോയി വചനം കേൾക്കുന്ന വ്യക്തികളായിരിക്കാം. ഞാൻ നിങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയാണ്. ജീവിതത്തിൽ അധ്വാനിക്കേണ്ട കാലഘട്ടങ്ങളുണ്ട്,
സാഹചര്യങ്ങളുണ്ട്. അവിടെയൊക്കെ അധ്വാനിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും മക്കൾക്ക് നല്ല മാതൃകയൊക്കെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഇന്ന് പ്രായാധിക്യമായ അസുഖങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അല്പം ഷുഗർ ഉണ്ടാവാം, നടുവിന് വേദന ഉണ്ടാവാം, മുട്ടിന് വേദന ഉണ്ടാവാം, അതൊക്കെ ഉണ്ടാവാം. പക്ഷേ നിങ്ങൾക്ക് സന്തോഷകരമായ ഒരു വാർദ്ധക്യ ജീവിതം നയിക്കുവാനായിട്ട് സാധിക്കുന്നെങ്കിൽ ദൈവത്തിന് നന്ദി പറയണം സഹോദരങ്ങളെ. കാരണം നന്ദി നിറഞ്ഞ മനസ്സിലാണ് എപ്പോഴും സന്തോഷമുണ്ടാവുക. പരാതികളും കുറ്റപ്പെടുത്തലുകളും മാത്രമുള്ള മനസ്സിന് സന്തോഷം ഒരിക്കലും അനുഭവിക്കാൻ സാധിക്കുകയില്ല പ്രിയപ്പെട്ടവരെ. ജീവിതങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നന്ദി പറഞ്ഞാലും തീരാത്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ? ദൈവം കൈപിടിച്ച് നടത്തിയ അനുഭവങ്ങൾ, നിമിഷങ്ങൾ മറക്കരുത് പ്രിയപ്പെട്ടവരെ. അവയൊക്കെ ഓർത്തു നോക്കിയാൽ ജീവിതത്തിൽ നമ്മൾ വിചാരിക്കുന്ന പരാജയങ്ങൾ അത് പരാജയങ്ങളല്ല, വിജയത്തിലേക്ക് നയിക്കാനുള്ള ചവിട്ടുപടികളായിരുന്നു പ്രിയപ്പെട്ടവരെ. അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മളൊക്കെ ആയിരിക്കുന്ന അവസ്ഥ, ആ അവസ്ഥയോർത്ത് നന്ദി പറയാം. പലപ്പോഴും സംഭവിക്കുന്നത് താരതമ്യം ചെയ്യുവാനായിട്ട് ശ്രമിക്കും. അവിടെയാണ് എൻ്റെയും നിങ്ങളുടെയുമൊക്കെ മനസ്സിലെ സന്തോഷം ഇല്ലാതായി തീരുക. ഇനി ക്രിയാത്മകമായ ഒരു കമ്പാരിസൺ ആണെങ്കിൽ കുഴപ്പമില്ല. എന്നാൽ മനസ്സ് തളർത്തിക്കളയുന്ന താരതമ്യം, കമ്പാരിസൺ, ഇതൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ സന്തോഷം ഇല്ലാതാക്കുകയേ ചെയ്യുകയുള്ളൂ പ്രിയപ്പെട്ടവരെ. അങ്ങനെയെങ്കിൽ ജീവിതത്തിൽ ഏത് അവസ്ഥയിലായിരിക്കുന്നുവോ ആ അവസ്ഥയോർത്ത് നന്ദി പറയാം. നമ്മുടെ പ്രിയപ്പെട്ട കുടുംബം, മാതാപിതാക്കൾ, ജീവിത പങ്കാളി, മക്കൾ, സഹപാഠികൾ, അയൽവക്കക്കാർ, നമ്മളാക്കാനായിട്ട് ശ്രമിച്ച, നമ്മളെ സഹായിച്ച വ്യക്തികൾ, അവരെയൊക്കെ ഓർത്ത് നന്ദി പറയേണ്ട ഒരു സുദിനമാണ് പ്രിയപ്പെട്ടവരെ ഈ ദിനങ്ങളൊക്കെ. നന്ദി പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സ് നിറയുകയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ സന്തോഷം കൊണ്ട് കണ്ണീർ കണങ്ങളൊക്കെ ചിലർക്ക് വരാറുണ്ട് നന്ദി പറയുമ്പോൾ. ഞാൻ ഓർക്കുന്ന ഒരു സംഭവമുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഇംഗ്ലീഷ് സെക്ഷനിൽ മുംബൈയിൽ നിന്നും ഒരു കുടുംബം ധ്യാനിക്കാൻ വന്നു. കുറച്ചു നേരം അവരുമായി സംസാരിച്ചു. ഞാൻ എങ്ങോട്ടോ പോകുന്ന സമയത്ത് അവരെൻ്റെ അടുക്കൽ വന്ന് അച്ഛാ ഒന്ന് ബ്ലെസ്സിങ് തരാമോ എന്ന് ചോദിച്ചു. ബ്ലെസ്സിങ് ഒക്കെ കൊടുത്തു. അവരെന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അച്ഛോ, 8-9 വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾ ഈ പ്രാർത്ഥനാ കേന്ദ്രത്തിൽ വന്ന് പ്രാർത്ഥിച്ചു. അന്ന് മക്കളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ പുണ്യഭൂമിയിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരേ ഒരു പ്രാർത്ഥന, ഞങ്ങളുടെ വിശുദ്ധീകരണം, ഞങ്ങൾക്ക് മക്കൾ വേണം. കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഞങ്ങൾക്ക് മക്കളെ ലഭിച്ചു. 2 പേരുണ്ട്. 2 മക്കളെയും ഞാൻ കണ്ടു. അവർ കൂട്ടിച്ചേർത്തു. അച്ചോ, കോവിഡിൻ്റെ കാലഘട്ടം ഒഴികെ ബാക്കിയുള്ള എല്ലാ വർഷവും ഏകദേശം ഇതേ സമയത്ത് ഈ പ്രാർത്ഥനാ കേന്ദ്രത്തിൽ വന്ന് പ്രാർത്ഥിക്കും. ഒരാഴ്ച ദൈവത്തിന് നന്ദി പറയും. കാരണം ദൈവം തന്നതാണ് ഈ മക്കളെ. ദൈവത്തിൻ്റെ അനുഗ്രഹം മനസ്സിലാക്കിയത് ഈ പ്രാർത്ഥനാ കേന്ദ്രത്തിൽ നിന്നാണ് എന്ന്. സ്നേഹമുള്ളവരെ, നന്ദി നിറഞ്ഞ ഒരു മനസ്സ്. നമുക്കറിയാലോ, 10 കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തുന്ന രംഗം. അവരുടെ ജീവിത സാഹചര്യങ്ങളിലേക്കൊന്നും ഞാൻ അധികം പോകുന്നില്ല. പക്ഷേ ഒരാൾക്ക് മാത്രം ബോധ്യപ്പെട്ടു, സുഖപ്പെടുത്തിയത് ദൈവമാണ്, ഈശോ ആണ് എന്ന്. സുഖപ്പെട്ടു എന്ന് മനസ്സിലാക്കിയപ്പോൾ അവൻ പുറകോട്ട് തിരിഞ്ഞോടി ഈശോയുടെ അടുക്കിലേക്ക് ചെന്ന് നന്ദി നിറഞ്ഞ മനസ്സോടുകൂടെ ആയിരിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ പലപ്പോഴും മരുന്ന് കഴിക്കാറുണ്ട്, പ്രതികൂല സാഹചര്യങ്ങളിലൂടെ പോകാറുണ്ട്. പക്ഷേ നമ്മളെ സുഖപ്പെടുത്തുന്നവൻ, കൈപിടിച്ച് നടത്തുന്നവൻ ഈശോയാണ്. ആ ഈശോയ്ക്ക് നന്ദി പറഞ്ഞാലും നമ്മുടെയൊക്കെ ജീവിതം തീരില്ല സഹോദരങ്ങളെ. അങ്ങനെയെങ്കിൽ നന്ദി നിറഞ്ഞ മനസ്സോടുകൂടെ തമ്പുരാൻ്റെ മുമ്പിൽ ആയിരിക്കുവാൻ ശ്രമിക്കാം. വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ
തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 5-ാമത്തെ അധ്യായത്തിലെ 18-ാമത്തെ വചനം പറഞ്ഞു വയ്ക്കുന്നത് ഇപ്രകാരമാണ്: എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കുവിൻ, ഇടവിടാതെ നന്ദി പ്രകാശിപ്പിക്കുവിൻ എന്ന്. സ്നേഹമുള്ളവരെ, സന്തോഷത്തോടെ എപ്പോഴും ആയിരിക്കുവാൻ സാധിക്കുമോ? ഇടവിടാതെ എപ്പോഴും നന്ദി പ്രകാശിപ്പിക്കുവാനായിട്ട് സാധിക്കുമോ? സാധിക്കണം. വിശുദ്ധ പൗലോസിൻ്റെയും സീലാസിൻ്റെയും ഒക്കെ ജീവിതം നമുക്ക് എടുക്കാം. തടവറയിൽ ആയിരിക്കുന്ന അവസ്ഥ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നമ്മളത് വായിക്കുന്നുണ്ട്. ആഴങ്ങളിലേക്ക് പോകുന്നില്ല. ആ തടവറയിൽ ആയിരിക്കുന്ന സമയത്ത് പോലും കൃതജ്ഞതാ സ്തോത്രങ്ങളോടുകൂടെ ദൈവത്തെ സ്തുതിക്കുവാനും ആ ചങ്ങലകളൊക്കെ കിലുക്കിക്കൊണ്ട് ദൈവത്തിന് നന്ദി പറയുവാനും അവർക്ക് സാധിച്ചു. അങ്ങനെ നന്ദി പറയുന്ന സമയത്താണ് ചങ്ങലകൾ പൊട്ടുന്നത്. വലിയ ഭൂകമ്പമൊക്കെ ഉണ്ടായി തടവറയുടെ വാതിലുകൾ തുറക്കപ്പെടുകയും അവർക്ക് പുറത്തേക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ സ്നേഹമുള്ളവരെ, ജീവിതത്തിൻ്റെ പ്രതികൂല സാഹചര്യങ്ങളെന്ന് നമ്മൾ വിചാരിക്കുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളിലും ഇടവിടാതെ നന്ദി പറയുവാനായിട്ട്, കൃതജ്ഞത അർപ്പിക്കുവാനായിട്ട് സാധിക്കട്ടെ എന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. കുടുംബജീവിതം നയിക്കുന്നവരുണ്ടാവാം, സമൂഹ ജീവിതം നയിക്കുന്നവരുണ്ടാവാം. നിങ്ങളുടെ പ്രിയപ്പെട്ട ജീവിത പങ്കാളി നിങ്ങൾക്ക് വേണ്ടി എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ട്, എത്രമാത്രം അധ്വാനിക്കുന്നുണ്ട്. നിങ്ങളുടെ കുറവുകളൊക്കെ എത്രമാത്രം കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ചുകൊണ്ട നിങ്ങളോടൊപ്പം ഈ ജീവിതകാലം മുഴുവൻ ജീവിക്കാനായിട്ട് ശ്രമിക്കുക. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മാതാപിതാക്കൾ എത്രമാത്രം അധ്വാനിച്ചിട്ടുണ്ട്. വേദനയോ വിഷമമോ അറിയാതെ നിങ്ങൾ ചോദിക്കുന്നതെല്ലാം തന്ന് വളർത്തിയില്ലേ? പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളെ ശുശ്രൂഷിക്കുന്ന മക്കൾ എന്തെല്ലാം കാര്യങ്ങൾ മാറ്റിവെച്ചിട്ടാണ് നിങ്ങളെ ശുശ്രൂഷിക്കുന്നത്. എനിക്കറിയാം, തളർന്നു പോയ അമ്മായിപ്പിനെയും അമ്മായിമേനെയും ഒക്കെ 10, 15, 17 വർഷങ്ങളൊക്കെ ഒരു പ്രോഗ്രാമിന് പോലും പോകാതെ ഞായറാഴ്ചത്തെ കുർബാനയ്ക്ക് മാത്രം, അതിന് മാത്രം പോയി ബാക്കി ഒരു കാര്യത്തിനും പോകാതെ ശുശ്രൂഷിച്ച വ്യക്തികളെ, കുടുംബങ്ങളെ എനിക്കറിയാം. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ അവരോടൊക്കെ നന്ദി പറയണ്ടേ? എന്തു പുണ്യം ചെയ്തിട്ടാ ഇങ്ങനെയൊക്കെ നമുക്ക് ലഭിക്കുക? സ്നേഹമുള്ളവരെ, ജീവിതം ഹ്രസ്വമാണ്. ഹ്രസ്യമായ ഈ ജീവിതത്തിൽ 10, 15, 20 വർഷമൊക്കെ ഒരു വ്യക്തിക്ക് വേണ്ടി മറ്റൊരു വ്യക്തി ത്യാഗം ചെയ്യുമ്പോൾ അവൻ്റെ ആഗ്രഹങ്ങളും അവരുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളുമൊക്കെ മാറ്റിവെക്കുമ്പോൾ അത് വലുതല്ലേ? ആ സമർപ്പണം വലുതല്ലേ? അതിനേക്കാൾ വലിയ സമർപ്പണമുണ്ടോ? ഒരുപക്ഷെ ലക്ഷങ്ങൾ നമുക്ക് കൊടുക്കുവാൻ സാധിക്കാം. ലക്ഷങ്ങൾ കൊടുത്ത് നമ്മുടെ പ്രിയപ്പെട്ടവരെ നോക്കാനായിട്ട് മറ്റുള്ളവരെ ഏൽപ്പിക്കാം. എന്നാൽ നമ്മൾ തന്നെ കൂടെ നിന്ന് രാപ്പകൽ നമ്മുടെ ജീവിത സന്തോഷങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ശുശ്രൂഷിക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറയണ്ടേ? ഒരുപക്ഷെ അങ്ങനെ ശുശ്രൂഷിക്കുന്നവരെ അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു കുറവുണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ പിറുപിറുത്തിട്ടില്ലേ? കുറ്റം പറഞ്ഞിട്ടില്ലേ? മുഖം കറുപ്പിച്ചിട്ടില്ലേ? പ്രിയപ്പെട്ടവരെ, ആ നിമിഷങ്ങളൊക്കെ തമ്പുരാന് കൊടുക്ക്. ഇതുപോലെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, കരുണ കാണിക്കാൻ ദൈവം തന്ന ജീവിത പങ്കാളി, മക്കൾ, പ്രിയപ്പെട്ടവർ മറക്കരുതേ. കൃതജ്ഞതയോടുകൂടെ നോക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. പ്രശ്നങ്ങൾ ഒരുപാട് കൂടുമ്പോൾ നമ്മളൊക്കെ ചിന്തിക്കും, എങ്ങനെയാ പ്രതിവിധി ഉണ്ടാവുക? ഈ പ്രശ്നങ്ങളുടെ മധ്യത്തിലും എങ്ങനെയാ സന്തോഷം അനുഭവിക്കുവാനായിട്ട് സാധിക്കുക? ചിലരൊക്കെ പ്രശ്നങ്ങളുടെ ആധിക്യ നിമിത്തം അല്പം സന്തോഷത്തിന് വേണ്ടി നൈമിഷിക സുഖങ്ങളുടെ പിറകെ പോയി പിന്നെ ജീവിതം തന്നെ നശിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് എത്തിയവർ ധാരാളമാണ്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങൾ വന്നു കഴിയുമ്പം ആ സംഭവത്തെയോ വ്യക്തികളെയോ ശപിച്ച് തപിച്ച് അന്ധരാകാതെ, മറിച്ച് ആത്മീയമായ ഒരു നിർവൃതിയിലേക്ക് വരാനായിട്ട് നന്ദി നിറഞ്ഞ മനസ്സോടുകൂടി ആയിരിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. ഇന്ന് ട്രാഫിക്കിൻ്റെ കാലഘട്ടമാണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഹോണടിച്ച് ശപിച്ച് തപിച്ച് മുമ്പോട്ട് പോകുന്ന വ്യക്തികളൊക്കെ ധാരാളമുണ്ട്.
ഏതെങ്കിലും ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു കുറവ് അനുഭവപ്പെടുവാണെങ്കിൽ, മുമ്പിൽ പോകുന്ന ഒരു ഡ്രൈവർ അശ്രദ്ധമായി എന്തെങ്കിലും ഒന്ന് ചെയ്താൽ പിന്നെ അവിടെയും ബഹളമാണ്. ഒന്നാമതേ ബ്ലോക്കാണ്, അതിൻ്റെ കൂടെ ഇങ്ങനെയുള്ള വ്യക്തികളോടുള്ള പെരുമാറ്റം, ഇതെല്ലാം കൂടെ കാണുമ്പം ഭയങ്കര വിഷമമാണ്. ഇനി ഈ ബ്ലോക്കിൽപ്പെടുന്ന സമയത്ത് ഭയങ്കരമായി അസ്വസ്ഥരാകാറുണ്ട് ഞാനും നിങ്ങളുമൊക്കെ. ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര ദേഷ്യമാ, അമർഷമാ, എല്ലാത്തിനോടും ദേഷ്യം, എല്ലാത്തിനോടും അമർഷം. അങ്ങനെ നമ്മൾ ഓഫീസിലേക്ക് ചെല്ലുകയാണ് ചെയ്യുന്നത്. ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും നമ്മുടെ അടുക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണെങ്കിൽ അതിന് അധികം പ്രാധാന്യമൊന്നും കൊടുക്കണ്ട, വളരെ ലളിതമായി അത് ചെയ്തു വിടാം. പക്ഷേ അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിക്കുന്ന അവസ്ഥ. ഇവിടെയാ നമ്മുടെ ജീവിതത്തെക്കുറിച്ചൊന്ന് അളക്കേണ്ടത്. ഈ ട്രാഫിക് ബ്ലോക്കിൻ്റെ സമയത്ത് നമുക്ക് ഒന്ന് വിശകലനം ചെയ്താൽ, അല്പസമയം നിശബ്ദമായി ആയിരിക്കുന്ന അവസ്ഥയെ ഒന്ന് അംഗീകരിച്ചാൽ, അതിനുശേഷം പ്രതിവിധികൾ ധാരാളം നമ്മുടെ മുമ്പിലുണ്ട്, അവയൊക്കെ സ്വീകരിക്കാം. അങ്ങനെ മനസ്സ് ശാന്തമാക്കി നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ നമ്മളെ ഏൽപ്പിച്ച ഏതു കാര്യവും സന്തോഷത്തോടെ കൃതജ്ഞതയോടുകൂടെ ചെയ്യുവാനായിട്ട് സാധിക്കും. സ്നേഹമുള്ളവരെ, സാഹചര്യങ്ങളെ ഒരിക്കലും മാറ്റാനായിട്ട് അത്ര എളുപ്പമല്ല. എന്നാൽ ദൈവം നമുക്ക് കഴിവ് തന്നിട്ടുണ്ട്. ആ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് പതുക്കെ പതുക്കെ ജീവിത സാഹചര്യങ്ങളെ അങ്ങ് മാറ്റാം, പടിപടിയായി നമുക്ക് മാറ്റാം. അങ്ങനെ മാറ്റുമ്പം ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സന്തോഷം അനുഭവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി നമുക്കൊന്ന് ഓർക്കാം, ഞാനും നിങ്ങളുമൊക്കെ 3 അല്ലെങ്കിൽ 4 നേരം ഭക്ഷണം കഴിക്കാറുണ്ട്. ഈ ഭക്ഷണമെന്ന് പറയുന്നത് ദൈവം തന്നതാണ്. അതിൻ്റെ മനോഹാരിത, 1 നേരം 2 നേരം 2 ദിവസം 3 ദിവസം കഴിക്കാതൊക്കെ ഇരിക്കാം. പക്ഷേ തുടർച്ചയായിട്ട് ഭക്ഷണം കിട്ടാതെ വന്നാലോ നമ്മുടെ അവസ്ഥ എങ്ങനെയാണ്? ഈ ഭക്ഷണം കഴിക്കുമ്പോൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ ഓർക്കാറുണ്ടോ പ്രിയപ്പെട്ടവരെ? പിന്നിൽ പ്രവർത്തിച്ചവരെന്ന് പറയുമ്പം അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്തവർ മാത്രമല്ല. ഓർക്കുക, നെൽവയലുകൾ, ഗോതമ്പ് വയലുകൾ, അവിടെ കഷ്ടപ്പെട്ട കൃഷിക്കാർ, അവരുടെ ജീവിതാവസ്ഥ, അവർ കഷ്ടപ്പെട്ട് എത്രമാത്രം കഷ്ടപ്പെട്ടാണ് ഇത്രയുമൊക്കെ അരിയും ഗോതമ്പും ഒക്കെ നമ്മിലേക്ക് എത്തിക്കുക. ടെക്നോളജിയൊക്കെ ഉണ്ട്, എങ്കിലും ഇന്ത്യയിൽ കൂടുതലും മനുഷ്യപ്രയത്നമാണ് ഇതിന് പിന്നിലുള്ളത്. എത്രയോ പേരുടെ അധ്വാന ഫലങ്ങളാണ് ഞാനും നിങ്ങളുമൊക്കെ ഭക്ഷിക്കുക അല്ലെങ്കിൽ സ്വീകരിക്കുക. സ്നേഹമുള്ളവരെ, ഒരുപക്ഷെ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ഗാഡ്ജറ്റ്, മൊബൈൽ അല്ലെങ്കിൽ TV സ്ക്രീൻ നമ്മുടെയൊക്കെ മുമ്പിലുണ്ടാവും, കൂടെയുള്ളവരൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മൾ അതിലേക്ക് മാത്രം ശ്രദ്ധിച്ച് ആരെയും കാണാതെ കേൾക്കാതെ എന്തൊക്കെയോ വാരി കഴിക്കുന്നു. അങ്ങനെ പോകുന്ന ശീലങ്ങളാണ് ജീവിതമാണെങ്കിൽ ഒന്നും പ്രത്യേകിച്ച് അനുഭവപ്പെടില്ല. കാരണം അസ്വസ്ഥതകൾ മാത്രമേ ലഭിക്കുകയുള്ളൂ. മറിച്ച് നന്ദി നിറഞ്ഞ മനസ്സോടെ ദൈവം തന്നതാണ് എന്ന് വിചാരിച്ച് കൂടെയുള്ളവരോടുകൂടെ സന്തോഷത്തോടുകൂടെ നന്ദി നിറഞ്ഞ മനസ്സോടെ ഭക്ഷിക്കുമ്പോൾ വലിയൊരു എനർജി, ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടുന്നൊരു എനർജി, അതിനേക്കാൾ സന്തോഷ ഹോർമോണുകൾ ധാരാളം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അങ്ങനെയുള്ളൊരു സന്തോഷം നമുക്ക് ലഭിക്കുവാനായിട്ട് സാധിക്കുന്നു. അങ്ങനെയെങ്കിൽ സ്നേഹമുള്ളവരെ, ഓരോ ദിവസവും സുന്ദരമാണ്. എഴുന്നേൽക്കുമ്പോൾ നന്ദി നിറഞ്ഞ മനസ്സോടെ നമുക്ക് എഴുന്നേക്കാം. എഴുന്നേൽക്കുമ്പോൾ ചിലപ്പോൾ കാലിന് കൈക്കൊക്കെ വേദന ഉണ്ടാവാം, വേദന മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ടാവാം. അപ്പോൾ ദൈവത്തിന് നന്ദി പറയണം. ദൈവമേ, ഈ വേദന മനസ്സിലാക്കാനുള്ള ബോധം എനിക്ക് നൽകിയല്ലോ. പിന്നെ മുമ്പോട്ടുള്ള പ്രയാണമാ ആ ദിവസം, നമുക്ക് നന്ദി പറയാം. ധാരാളം വ്യക്തികളെ കാണാനുണ്ട്, കർമ്മങ്ങൾ ചെയ്യുവാനുണ്ട്, ഉത്തരവാദിത്തങ്ങൾ ചെയ്യുവാനുണ്ട്. അങ്ങനെ നല്ല മനസ്സോടെ ഒരു ദിവസം രൂപപ്പെടുത്തിയെടുത്തു കഴിഞ്ഞാൽ ആ ദിവസം ശുഭമായി. വിശുദ്ധ ജോൺ ഓഫ് ദ ക്രോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളിൽ ജീവിതം പൂക്കൾ നിറഞ്ഞതായിരുന്നു എന്ന്. ജീവിതം മുഴുവൻ പൂക്കൾ നിറഞ്ഞതായിരുന്നു, വസന്തം നിറഞ്ഞതായിരുന്നു എന്നാണ് ആ വിശുദ്ധൻ പറഞ്ഞു വെച്ചത്. എന്തുകൊണ്ടാണ്? ഓരോ കാര്യത്തെയും, പ്രതികൂല സാഹചര്യങ്ങളെയും അനുകൂല സാഹചര്യങ്ങളെയും പൂക്കളായി കണ്ടു
സന്തോഷത്തോടെ സ്വീകരിച്ചു. നമുക്കും ജീവിതത്തിലെ അനുകൂല സാഹചര്യങ്ങളെ നേരിടാൻ യേശുവിലേക്ക് കൂടുതൽ അടുത്തു വരുവാൻ, നന്ദി നിറഞ്ഞ മനസ്സോടുകൂടെ അടുത്തു വരുവാൻ ശ്രമിക്കാം. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.